സച്ചി രേവതിയോട് പറയും അവരുടെ ഒരു വെജിറ്റബിൾ ബിരിയാണി. ശ്രുതിയെ കടയിലും പറഞ്ഞു വെച്ചു, അവരുടെ തന്നെ പൈസ കൊണ്ട് സാധനം വാങ്ങിച്ചു. ഇനി ആ ബിരിയാണി കൂടെ ശ്രുതിയെ കൊണ്ട് ഉണ്ടാക്കിച്ചാലേ എനിക്ക് സമാധാനമാകുമെന്ന് സച്ചി പറയും. രേവതി ചോദിക്കും എന്തിനപ്പോൾ ഇവിടെ അടുക്കള വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. സച്ചി അങ്ങനെ നിൽക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും ജോലി ചെയ്യാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് അടുക്കള കയറേണ്ട അവസ്ഥ വരും എന്നൊക്കെ രേവതി പറയും. സച്ചി ഒരു റൊമാൻറ്റിക് സ്റ്റൈലിൽ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. എന്നിട്ട് രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കും. രേവതി വിട് വിട് എന്നൊക്കെ പറഞ്ഞ് കൊച്ചുണ്ടാക്കും. എന്നിട്ട് പറയും ഞാൻ അച്ഛനെ വിളിക്കണം, അച്ഛാന്ന് വിളിക്കും. അപ്പോൾ അച്ഛൻ അവിടുന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഞാൻ ഇവിടെ ചായ കുടിക്കാനോ എന്തിനോ വന്നാന്നൊക്കെ പറയും. പിന്നെ സച്ചി അവിടുന്ന് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് ഓടി വന്ന് ഒരു ഉമ്മയോടി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ സുധി സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് പറയും പറഞ്ഞതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പറയും. സച്ചി ചോദിക്കും പുറത്തല്ല വെയിലുണ്ടല്ലോ, നീ വേർത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. സുധി പറയും ഞാൻ കാറിലാണ് പോയതെന്ന് പറയും. സച്ചി പറയും കേട്ടല്ല അച്ഛാ, കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി അവൻ കാറിൽ പോയിരിക്കുന്നു. 490 എന്ന് പറഞ്ഞാൽ 10 രൂപ ബാലൻസ് ശ്രുതിക്ക് കൊടുക്കും. അപ്പോൾ ശ്രുതിക്ക് അയ്യോ ഇത്രയും വിലയെന്ന് ചോദിക്കും. ശ്രുതി പറയും പച്ചക്കറിക്കൊക്കെ നല്ല വില, നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണെന്ന് പറയും. പച്ചക്കറി നോക്കിയിട്ട് രേവതി പറയും ഇതിന് 490 രൂപയൊന്നും വരില്ല എന്ന് പറയും. സച്ചി പറയും ഡാഡാ നീ ബാക്കി പൈസയ്ക്ക് പൊറോട്ട ബീഫും കഴിച്ചില്ലേ, നിൻ്റെ കൈയൊന്ന് കാണിക്കുന്ന പറയും. ശ്രുതി ബില്ലൊക്കെ അച്ഛനെ കാണിക്കും. അപ്പം തന്നെ ഒരു കോള് വരും. അപ്പോൾ അച്ഛൻ പറയും അത് കടക്കാരൻ മനോജാണെന്ന് പറയും. ആ കോള് കഴിഞ്ഞിട്ട് അച്ഛൻ പറയും സാധനങ്ങൾക്കാകെ 190 ഉള്ളൂ, അടുത്ത ബില്ലിംഗ് മെഷീൻ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് 490 ആയതാണെന്ന് പറയും. ബില്ലിലെ തെറ്റ് മനസ്സിലാക്കി അവർ കുറേ പിറകുന്ന് വിളിച്ചു, പക്ഷേ ഇവനിങ്ങ് പോകുന്നു പറയും. സുധീർ ഞാൻ വിചാരിച്ചു പഴയ പൈസ കൊടുക്കാനുള്ള അല്ല പഴയ പരിചയക്കാരാ വല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു പറയും. സച്ചി പക്ഷേ വിടുന്നില്ല. സച്ചി പറയും ഇതിന് 490 ആവില്ല എന്ന് ഇവർ ഊഹിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ഇത് കേട്ട് അച്ഛനൊക്കെ വിമർശിക്കുകയാണ് സുധിയെ. ഇങ്ങനത്തെ നീ എങ്ങനെ ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടാകാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അച്ഛൻ പറയും നാളെ ഒരു വിശേഷ ദിവസമാണ്, സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം, അതിന് വേണ്ട സാധനങ്ങളൊക്കെ നീ രേവതിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ സച്ചിയോട് പറയും. സച്ചി ഇങ്ങനെ രേവതിയൊക്കെ നോക്കും. എന്നിട്ട് ചോദിക്കും എന്ത് വിശേഷ ദിവസം എന്ന് ചോദിക്കും. അച്ഛൻ ചോദിക്കും നിനക്ക് ഓർമ്മല്ലേ നാളെ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയും. സച്ചി രേവതി സുധി അച്ഛൻ്റെ പൈസ ആയിട്ട് ഓടിപ്പോയ ദിവസമാണല്ലേ നാളെ എന്ന് ചോദിക്കും. അച്ഛൻ പിന്നെ പറയും നിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസം എന്നൊക്കെ പറയും. വേറെ സംഭവം കൂടി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ഒന്നും മനസ്സിലാവില്ല. രേവതി അച്ഛനോട് പറയും മനസ്സിലായില്ല ഇനി പറയേണ്ടെന്ന് പറയും. എന്നിട്ട് സച്ചിക്ക് ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയടാ നിൻ്റെ വിവാഹ വാർഷികമാണെന്ന് പറയും. അപ്പോൾ സച്ചിയുടെ മുഖം കൂടെ എന്തോ ആവും. സച്ചി പതുക്കെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകും. രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. സച്ചി തൊള്ളു കഴിക്കുമ്പോൾ രേവതി പറയും എന്നെ തൊടണ്ട, നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയും. സച്ചി സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, അത് രണ്ടാമതായിട്ട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ പറയാഞ്ഞെന്ന് പറയും. ഒന്നാമത് പെണ്ണ് കണ്ട് അങ്ങനെ ആലോചിച്ച് കല്യാണം നടത്തിയാലല്ലോ, ഞാൻ ഓട്ടം പോയി അച്ഛൻ പെട്ടെന്ന് വിളിച്ചു വരുത്തി എന്നോട് കല്യാണം കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർക്കാഞ്ഞെന്ന് പറയും. സച്ചി പറയും എൻ്റെ മനസ്സിൽ വേറെ ഒന്നായിരുന്നു, ഞാൻ നിനക്കൊരു താലി വാങ്ങിച്ചു തന്നില്ലേ, എന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി നീ എന്നെ കൊണ്ടായി ഇത് കെട്ടിച്ച് അന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞായിട്ട് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയും. എൻ്റെ മനസ്സിൽ പറഞ്ഞത് ആ ദിവസമാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ പരിഭവമൊക്കെ കുറേ കുറയും. എന്നിട്ട് പറയും ആ ദിവസമെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് പറയും. നിന്നോടത്തുള്ള എല്ലാ നല്ല നിമിഷങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ടെന്ന് പറയും. ഇത് കേട്ട് രേവതി വയ്ക്കും എന്നെ ആദ്യമായിട്ട് കണ്ടെന്ന് വയ്ക്കും. അപ്പോൾ സച്ചിക്ക് ഒന്നും പറയാൻ കഴിയില്ല. സച്ചി പറയും കല്യാണ ദിവസം അന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടു വയ്ക്കും. രേവതിക്കും അതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെന്ന് വയ്ക്കും. അപ്പോൾ സച്ചിക്ക് പറയാനിട്ടില്ല. അപ്പോൾ സച്ചിക്കും അതിന് മുമ്പ് എപ്പോഴെന്ന് വയ്ക്കും. ഇത് കേൾക്കുമ്പോൾ രേവതി പിന്നെയും പണവും. രേവതി അറിയും ഓ അതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലല്ലേ, ഒന്നും ഓർമ്മയില്ല എന്ന് പറയും. വെറുതെ ഓരോന്ന് പറയുകയാണെന്ന് പറയും. സച്ചി പോയിട്ട് ചോദിക്കും നമ്മളെ എവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടെന്ന് ചോദിക്കും. ഇത് കേട്ട് രേവതി പറയും ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ തെരുവ് വെച്ച് നിങ്ങളൊരാളെ അടിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചിക്ക് ഏത് തെരുവിൽ ചോദിക്കും. അപ്പോൾ രേവതി പറയും അതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. സച്ചി പറയും കല്യാണത്തിന് മുമ്പ് ഞാൻ പല തെരുവിൽ വെച്ച് പലരും ഇടിച്ചിട്ടുണ്ട്, അപ്പോൾ ഏത് തെരുവിൽ നിന്നാണ് കണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. പിന്നെ എവിടെ വെച്ചാൽ നോക്കിയപ്പോൾ രേവതി അറിയാം ഒരു ദിവസം മൂക്കറ്റ വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട് റോട്ടിൽ നിന്ന് പറയും. പിന്നെ ഞാൻ കണ്ടത് നിങ്ങളൊരാളെ വെട്ടാൻ ഓടിക്കുന്നതാണ്. പിന്നെ ഞാൻ അറിഞ്ഞത് അതൊരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന് പറയും. സച്ചി പറയാം ഞാൻ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അന്ന് നീ എന്നെ എന്തോ ഒന്ന് വിളിച്ചിരുന്നു എന്ന് പറയും. അവരേത് അറിയും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. സച്ചി അറിയാം എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറയും. സച്ചി ഇങ്ങനെ ആലോചിക്കും. അവസാനം രേവതി അറിയും ഗുണ്ടാന്ന് പറയും. അപ്പോൾ സച്ചി പറയാം അതെ നീ ഗുണ്ടാന്ന് വിളിച്ചിരുന്നു തന്നെ എന്ന് പറയും. സച്ചിക്ക് ഇപ്പം എങ്ങനെ എന്നോടൊരു സ്നേഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി അറിയും ഇപ്പം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് ചോദിക്കും. എന്നിട്ട് രേവതി അറിയും നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ് സച്ചി പറയും എനിക്ക് ഈ മെമ്മറി പവറൊക്കെ കുറച്ച് കുറവാണ് ഇപ്പോൾ എന്ന് പറയും. എപ്പോഴും ചോദിക്കും എവിടെ വെച്ചാൽ ഫസ്റ്റ് കണ്ടതെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു റൊമാൻറ്റിക് പാട്ടും അഭിനയമൊക്കെയാണ്. അപ്പോഴേക്കും രേവതിയെ അമ്മ അകത്തേക്ക് വിളിക്കും.